താങ്ക്സ്. എന്താ പെൻഡ്രൈവ്? വാ. പൂർണിമ ചേച്ചി പറഞ്ഞ പെൻഡ്രൈവ് പൃഥ്വിയുടെ കയ്യിലെത്തും മുമ്പ് നമുക്കത് വാങ്ങണം കിരൺ. അവന്റെ കയ്യിൽ കിട്ടിയാ ആ ന്യൂസ് പുറലോകം കാണില്ലെന്ന് ഉറപ്പാ. അത് മാത്രല്ല, ആ പെൻഡ്രൈവില് മേനോനെ സംബന്ധിക്കുന്ന എവിഡൻസ് ഉറപ്പായും ഉണ്ടാകും. അത് കിട്ടിയാ നമുക്കത് വലിയ പ്രയോജനം ചെയ്യും. ഇനി താമസിക്കണ്ട, ആ പെൻഡ്രൈവ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടത് ചെയ്യാം. നീ എന്ത് മണ്ടത്തര ദേവാ പറയുന്നേ? ഇതല്ലാതെ മറ്റൊരു വഴി എന്റെ മുന്നിൽ ഇല്ലമ്മേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദുർഗമോള് സന്തോഷമായിട്ട് കഴിയുന്നത് ഇപ്പോഴാ. അത് നശിപ്പിക്കാനാണോ നീ അവളെ തിരിച്ചു വിളിക്കാൻ തുടങ്ങുന്നത്? എന്റെ മോളുടെ സന്തോഷം ഞാനായിട്ട് നശിപ്പിക്കാമേ. പിന്നെ ഇവരുടെ വാക്കും കേട്ട് നീ ദുർഗയും കിരണയും തിരിച്ചു വിളിക്കുന്നത് എന്തിനാ? അഷിതയും എന്റെ മോളല്ലമ്മേ. അവരുടെ കണ്ണുനീര് എനിക്ക് കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുമോ? എന്റെ ദേവാ, അത് വസുമതിയുടെയും ഗിരിജയുടെയും ബുദ്ധിയാ. അവർ അഷിതയെ കൊണ്ട് പറയിപ്പിച്ചതാ. വസുമതിക്കും ഗിരിജക്കും തട്ടിക്കളിക്കാൻ ദുർഗ ഈ വീട്ടിൽ വേണം. അല്ലമ്മേ, ഇന്ന് അഷി എന്റെ മുന്നിൽ കരഞ്ഞതും പറഞ്ഞതും എല്ലാം സത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കുമ്പോ അവള് പറഞ്ഞെല്ലാം ശരിയല്ലമ്മേ. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് മാത്രമല്ലമ്മേ, ദുർഗമോൾക്കും കിരണനും ഒരവകാശമില്ലാത്ത വീടാ അത്. അവിടെ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടവരല്ലല്ലോ അവര്. ഈ വീട് അവർക്കും കൂടി ഉള്ളതല്ലേ. അപ്പൊ പിന്നെ അവര് നിൽക്കേണ്ടത് ഇവിടെ തന്നെയല്ലേ? അതൊക്കെ ശരിയാ. അതിന് കാരണം ആരാ? നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കാൻ തുടങ്ങിയപ്പോ അത് തട്ടിക്കളഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് ഇവരൊക്കെ തന്നെയല്ലേ. ഇതിപ്പോ അവര് സന്തോഷായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് കഷ്ടപ്പെടുത്താനാണോ ശ്രമിക്കുന്നേ? ഞാൻ അതിന് സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, ദുർഗ ഇപ്പൊ തനിച്ചല്ലോ. അവളെ സംരക്ഷിക്കാൻ അവളുടെ ഭർത്താവ് ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വസുമതിയുടെയും ഗിരിജയുടെയും ഒരു കളിയും ഇനി നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അഷിയെ സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത അവൾക്കുണ്ട്. ഇന്ന് അവൾ എന്റെ മുന്നിൽ നെഞ്ചുപൊട്ടി കരഞ്ഞു. അത് കാണാത്ത പോലെ മുഖം തിരിക്കാൻ എനിക്ക് പറ്റില്ലോ അമ്മേ. അതറിയാവുന്നത് കൊണ്ടാ അവരീ നാടകം കളിക്കുന്നേ. നീ അതിൽ വീണും പോയി. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഏതായാലും ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി ദുർഗമോളെയും കിരണിനെയും കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനും വരാം. പക്ഷെ ഒരു കാര്യം, ഇവിടെ വന്ന് കഴിയുമ്പോ ആരും അവരെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ല. അത് നിന്റെ ഉത്തരവാദിത്ത. ശരി, അത് ഞാൻ നോക്കിക്കോളാം. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാം. കടൽക്കരയ്ക്ക് അടുത്തുള്ള പള്ളിയുടെ എതിർവശത്തെ റോഡിൽ കൂടി 1/2 കിലോമീറ്റർ മുന്നിലേക്ക് പോയ അവിടെ ഒരു ചെറിയ പാർക്കിംഗ് എന്നാ ചേച്ചി പറഞ്ഞത്. അവിടെ ഒരു ബ്ലൂ കാറിനടുത്ത് സൺഗ്ലാസ് വെച്ചൊരാൾ നിൽപ്പുണ്ടാവും. താനിവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. കോഡ് അറിയാലോ? അറിയാം. ആ ഫോണും തരുമോ?
എന്തിനാ? ഒരു മെസ്സേജ് അയക്കാനാ. താങ്ക്സ്. എന്താ പെൺഡ്രൈവ്? വാ കേറിക്കോ. പെൺഡ്രൈവ് കിട്ടിയോ? ആ കിട്ടി. ദുർഗ, പെട്ടെന്ന് മറ്റൊരു പെൻഡ്രൈവിലേക്ക് ഇതിലെ ഫയലുകൾ കോപ്പി ചെയ്തോളൂ. ഓക്കേ. പൃഥ്വി വരാൻ സമയമായി. വേറെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് വേണം ബാക്കി പ്ലാനിങ് നടത്താൻ. ഓക്കേ. വേഗം. റെഡിയാണ്. ആ. കൊടുത്തു കൊടുത്തു. കോപ്പി ചെയ്ത പെൻഡ്രൈവ് കൊടുത്താൽ മതി. ഓക്കെ. ലെറ്റ്സ് ഗോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി മോളെ. വാ. ആ മോളെ, ഞാനും മുത്തശ്ശിയും കൂടി നാളെ രാവിലെ അങ്ങോട്ട് വന്നോളാം. വെറുതെ വന്നാ പോരാ, കിരണിനെയും ദുർഗയും നാളെ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരികയും വേണം. അവനവിടെ നിൽക്കുന്നത് ഏത് രീതിയിൽ ചിന്തിച്ചാലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാ. അതെ, ഞങ്ങൾ കാരണം അവരവിടെ നിൽക്കുന്നതെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഞാനും ഗിരിജയും ഇനി ഒരു വഴക്കിനുമില്ല. കിരണിനും ദുർഗയ്ക്കും ഇവിടെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കാം. അതല്ലെങ്കിലും അങ്ങനെ തന്നെ വേണം. അല്ലാതെ ഞാനും ദേവനും അവരെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ സ്വഭാവം എടുത്താ പിന്നെ ഇവിടുന്ന് പുറത്തു പോകുന്നത് അവരായിരിക്കില്ല, നിങ്ങളായിരിക്കും. ആ ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കണം. ആ, അതൊക്കെ ഞങ്ങക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മ ആദ്യം അവരിങ്ങോട്ട് വിളിച്ചോണ്ട് വാ, അത് കഴിഞ്ഞല്ലേ ബാക്കി. അതെ, ഓ, അവരിവിടെ വന്നാൽ അവർക്ക് സമാധാനമായൊരു ജീവിതം ഉണ്ടാവണം. ആ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഇല്ലാന്ന് പറഞ്ഞില്ലേ. കിരണും ദുർഗയും ഇങ്ങോട്ട് വന്നാ അതോടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവസാനിക്കും. അല്ലേ ഗിരിജ? അതെ, ആഷിതയ്ക്കും സമാധാനം, ദുർഗയ്ക്കും സമാധാനം. ആ, അവർക്ക് സന്തോഷായ നമ്മളെ ഹാപ്പി ആവില്ലേ? എന്നാ ഞാൻ ഇറങ്ങുക. ഇതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന വിശ്വാസത്തിലും സമാധാനത്തിലുമാ ഞാൻ ഇവിടുന്ന് പോകുന്നേ. ശരി മോളെ. നീ പോയിട്ട് വാ ആശിമോളെ. എല്ലാം അമ്മയും ദേവേട്ടനും ഏറ്റല്ലോ. ഇവര് പറഞ്ഞ എന്തായാലും ദുർഗ തള്ളിക്കളയില്ല. എല്ലാം ശരിയാവും. എന്നാ ഞാൻ ഇറങ്ങുക. ആ. Excuse me.
ഒരു പെൻഡ്രൈവിന്റെ കാര്യം ചേച്ചി പറഞ്ഞിരുന്നു. പെൻഡ്രൈവോ? എൻ്റെ കയ്യിൽ പെൻഡ്രൈവ് ഒന്നുമില്ല. സോറി, ഞാൻ കോഡ് പറയാൻ മറന്നു. ആ മൊബൈൽ ഒന്ന് തരുമോ? എന്തിനാ? മെസ്സേജ് അയക്കാൻ. ഇതാദ്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ.